എൻ്റെ മരണവാർത്ത കേൾക്കാൻ കാതോർത്ത് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം. അവർക്കൊക്കെ വളരെ വിഷമാവും ഈ ഒരു വീഡിയോ കാണുമ്പോൾ എന്ന് എനിക്കറിയാം. അവരോട് പറയാ, നിങ്ങളെ വിഷമിപ്പിച്ചതിൽ മാപ്പ് ചോദിക്കുന്നു കേട്ടോ. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഹോസ്പിറ്റലിലായിരുന്നു. കുറച്ച് എന്താ പറയുക, ടെൻഷൻ അടിച്ച മണിക്കൂറുകൾ എന്ന് പറയാം. കാരണം എനിക്ക് മൈഗ്രെയിന് വേണ്ടിയിട്ട് ഒരു ക്ലിനിക്കിൽ ട്രീറ്റ്മെൻറ്റിന് പോയതാണ്. അപ്പോൾ അവിടുന്ന് നേഴ്സിനോട് ഇഞ്ചക്ഷൻ മാറി കുത്തിപ്പോയി. അപ്പോൾ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താ പറയുക, അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പ്രശ്നം നടന്നിട്ട് ഏകദേശം ഒരു മാസമായി. പക്ഷേ അതിൻ്റെ എന്താ പറയുക, ആഫ്റ്റർ എഫക്റ്റ് ഇതുവരെ മാറിയിട്ടില്ല കേട്ടോ. ഡോക്ടർ നിങ്ങൾക്ക് ഒരു ചെറിയൊരു പ്രതീക്ഷ പറഞ്ഞുതരാം. ഡോക്ടർ മരണം വരെ സംഭവിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എപ്പോഴും അലേർട്ടായിരിക്കണം, എന്ന് വെച്ചാൽ ഹോസ്പിറ്റൽ പരിധി തന്നെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളെ വീട്ടിലോട്ട് വിട്ടത്. അപ്പോൾ ഞാൻ പൊതുവേ ഈ പറഞ്ഞതുകൊണ്ട് കമൻറ്റുകളൊന്നും എടുത്ത് നോക്കാറോ ഇതാക്കാറോ. പക്ഷേ ചില സമയത്ത് ചില കമൻറ്റുകൾക്ക് മറുപടി കൊടുക്കാറുണ്ട്. അത് ഞാൻ പറയാറുണ്ട് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്താണെന്ന്. ചിലത് കാണുമ്പം ഞാനത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കും. അപ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കും, അതേപോലെയുള്ള എന്തെങ്കിലും കമൻ്റ് ഉണ്ടോ, മറുപടി കൊടുക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തിട്ട് കുറേ ആൾക്കാർക്ക് ഞാൻ മറുപടി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ എൻ്റെ റൂമിൻ്റെ അകത്തേക്കെന്ന് വെച്ചാൽ അങ്ങനെ വെളിച്ചം, പുറത്തുള്ള വെളിച്ചങ്ങളൊന്നും അങ്ങനെ ഇല്ല എന്ന് തന്നെ പറയാം. കാര്യം എന്താ വെച്ചാൽ ഞാനൊരു മൈഗ്രെയിൻ പേഷ്യൻ്റായിട്ട് ഒരു 2-3 വർഷത്തിൻ്റെ അടുത്തായി. അപ്പം മൈഗ്രെയിൻ ഉള്ള ആൾക്കാർക്കറിയാം, മൈഗ്രെയിൻ വരുന്ന സമയത്ത് നമുക്ക് വെളിച്ചം പറ്റൂല. വെളിച്ചം പറ്റൂല എന്ന് വെച്ചാൽ വെളിച്ചം പറ്റൂല, ശബ്ദം പറ്റൂല, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ റൂമിൽ ഈ എന്താ പറയുക, ജനാല കർട്ടൻ ഉണ്ട്. കർട്ടൻ്റെ ഉള്ളിലായിട്ട് പേപ്പർ വെച്ചിട്ട് അടിച്ചാൽ നിൽക്കുക. കാരണം വെളിച്ചം വരരുത്. മൈഗ്രെയിൻ വരുന്ന സമയത്ത് അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എനിക്കൊന്ന് എന്താ പറയുക, ചിലപ്പോൾ കിടന്നുറങ്ങിയാലൊക്കെ മൈഗ്രെയിൻ മാറാറുണ്ട് ചില സമയത്ത് കേട്ടോ. ചില സമയത്ത് അത് ഇഞ്ചക്ഷൻ വെച്ചാൽ മാത്രമേ മാറാറില്ലേ. അതുകൊണ്ട് എൻ്റെ റൂമിൻ്റെ അകത്തേക്ക് ഡോറും കൂടി അടിച്ചിട്ടാൽ ഏത് നട്ടുച്ചക്കാണെങ്കിലും കൂരിരുട്ട് എന്ന് പറയൂലേ, അതേപോലെയാണ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ കാലിൻ്റെ ഈ വിഷയമായിട്ട് വീട്ടിൽ നിൽക്കുന്ന സമയത്ത് അപ്പോൾ എൻ്റെ ഫോൺ റിങ് ചെയ്യുമ്പം അതിൻ്റെ വെളിച്ചം വരുമല്ലോ ഫോണിൻ്റെ. അപ്പോൾ 2-3 പ്രാവശ്യം ഇങ്ങനെ വന്നപ്പോൾ ഞാൻ ഈ ഫോണൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്കിയ സമയത്ത് എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, എപ്പോഴാണ് മയ്യത്ത് നിസ്കാരം എന്ന്. അതെനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഭയങ്കരമായിട്ട് എനിക്ക് ഫീലായിപ്പോയി കേട്ടോ. നമ്മൾ തളർന്ന് കിടക്കുന്ന സമയത്ത് എന്താ പറയുക, അങ്ങനത്തെ ഒരു ചോദ്യം കൂടി കേൾക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഡൗൺ ആയിപ്പോവും. അപ്പോൾ അരുണിട്ട വീഡിയോ എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത് ജസ്റ്റ് എൻ്റെ അത്രയെന്ന് വെച്ചാൽ മണിക്കൂറുകൾ കൊണ്ട് മില്യൺ അടിച്ചൊരു വീഡിയോ ആണത്. അപ്പോൾ അത് അത്രയും കമൻസ് ഉണ്ട് അതിൽ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കമൻ്റ് എടുത്ത് നോക്കിയ സമയത്ത് എനിക്ക് മനസ്സിലാവുന്നത്, എൻ്റെ മരണം കാണാൻ അത്രയും ആൾക്കാർ കാതോർത്തിങ്ങനെ നിൽക്കുകയാണല്ലോ, എൻ്റെ കർത്താവേ എന്നുള്ള ഒരു അവസ്ഥയുണ്ടല്ലോ. എൻ്റെ പൊന്നെ, അതെനിക്ക് ഭയങ്കര, എനിക്കെന്ന് വെച്ചാൽ വേറെ ചിലപ്പോൾ ഒരു മരുന്നിന് പോലും മാറ്റാൻ പറ്റാത്ത അസുഖങ്ങൾ എനിക്കൊരു വാക്കുമ്മൽ മാറ്റാൻ പറ്റുന്നൊരു സാഹചര്യം വന്നിട്ടുണ്ട്. ഇതിന് മുമ്പേ എനിക്ക് മൈഗ്രെയിൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന സമയത്തൊക്കെ ഞാൻ മെഡിസിൻ എടുക്കുമായിരുന്നു. മെഡിസിനല്ല, ഇഞ്ചക്ഷൻ എടുക്കുമായിരുന്നു. മെഡിസിൻ മേലെ മാറൂല എന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു എനിക്ക്. അപ്പോൾ പല എൻ്റെ എനിമികളും കളിയാക്കി, ഇവൾ ഫുൾ ടൈം ഹോസ്പിറ്റലിലാണെന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയ സമയത്ത് എനിക്ക് ഭയങ്കര ഇതായിരുന്നു ഇതിൽ നിന്ന് റിക്കവറായിട്ട് പോരണമെന്ന്. അപ്പം അതുകൊണ്ട് ഒരുപാട് മാറ്റം ഉണ്ടെന്ന് വെച്ചാൽ എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റം അതിന് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. അതേപോലെ ഈ കമൻറ്റുകൾ എടുത്തപ്പം ഞാൻ മരിച്ചു കാണാൻ അങ്ങനെ നിങ്ങൾക്ക് കൊതിയോ?
എന്നാൽ പിന്നെ വിട്ട് കൊടുക്കരുതല്ലോ എന്നുള്ള ആ ഒരു എന്താ പറയുക വാശിയാന്ന് തോന്നുന്നു. കാലിപ്പം അങ്ങനെ വീക്കം തന്നെ ഉണ്ട് കേട്ടോ. പക്ഷെ ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോയിട്ടുണ്ടായിരുന്നു ഞാൻ. ഭയങ്കര ശ്വാസമുട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊന്നും എനിക്ക് റിക്കവർ ആവാൻ പറ്റി. നിങ്ങളെ വിഷമിപ്പിച്ചതിൽ സങ്കടമുണ്ട് കേട്ടോ. ഒരു സിനിമേൻ്റെ അകത്ത് ആരോ ഒരാൾ പറയുന്നില്ലേ, ചത്തില്ല രാമ, അത്ര പെട്ടെന്നൊന്നും ചാവില്ല. എനിക്ക് ആ ഒരു കമൻറ്റുകളൊക്കെ വായിച്ച സമയത്ത്, ഞാൻ പൊതുവേ കമൻ്റ് എടുത്ത് വായിക്കാറില്ല, അപ്പം ഞാൻ വിചാരിക്കുകയാണ് നമുക്ക് മറ്റേ ജയസൂര്യനോട് പറഞ്ഞൊരു വാക്കില്ലേ, ഇൻസൾട്ടാണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്. സത്യമാണോ? എനിക്ക് ഇതൊന്ന് റിക്കവർ ആയി, കാരണം എൻ്റെ തൊട്ട് മുമ്പത്തെ വീഡിയോ നിങ്ങളെടുത്ത് നോക്കിയാൽ കാണാം, ഞാൻ അത്രമേൽ മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ തളർന്നു പോയതാ. അപ്പോൾ എനിക്കതൊന്ന് റിക്കവറായി വരണമെന്ന് വാശി. അപ്പം ഞാൻ എഴുന്നേറ്റ് ഒരു കുളിയൊക്കെ പാസ്സാക്കി. എനിക്ക് പകുതി മുക്കാലും ക്ഷീണം ഫേസിൻ്റെ അതൊന്നും പോയിട്ടില്ല കേട്ടോ. അത് പോവണം എന്താ പറയുക, ചിലപ്പം അത്രയും ഡോസായിട്ടുള്ള മരുന്നൊക്കെ എനിക്ക് അടിച്ചത് കൊണ്ടായിരിക്കാം, അറിയില്ല. പക്ഷേ എഴുന്നേറ്റ് എനിക്ക് ലൈഫിലേക്ക് തിരിച്ചു വരണം എന്നുള്ളൊരു ഭയങ്കര വാശി. നിങ്ങളൊക്കെ ഏതെങ്കിലും ഫോട്ടോ എടുത്ത് വെച്ചത് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ചുമ്മാതായിപ്പോയില്ലേ? എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ആ കമൻറ്റുകളൊക്കെ കണ്ടപ്പോൾ വിട്ടുകൊടുക്കൂല ഞാൻ. എന്തിന് ഞാൻ ഇവരുടെയൊക്കെ മുമ്പ് തോൽക്കണം? ആ ഒരു സിനിമ പറഞ്ഞ സത്യം കേട്ടോ, ഇൻസൾട്ടാണ് ഏറ്റവും വലിയ നമ്മുടെ ലൈഫിലെ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പം അത്രമേൽ ആൾക്കാർ, കാരണം അതിലെൻ്റെ കാല് കാണിക്കുന്നുണ്ട്, ആ ഡീറ്റെയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിൽ അല്ല ആ നേഴ്സിൻ്റെ ഭാഗത്താണ് തെറ്റെന്ന് അറിഞ്ഞിട്ട് പോലും അവരെക്കുറിച്ചല്ല എന്നെക്കുറിച്ച് കുറ്റം പറയുകയും ഞാൻ ചത്തില്ലേ എന്ന് ചോദിക്കുകയും ചെയ്യാൻ കാണിക്കുന്ന ആ മനസ്സ് ഞാൻ കാണാതെ പോകരുത്. അതേ ഞാൻ കാണാവൂ. പക്ഷേ വേറൊരു കാര്യമോട് ഞാൻ പറയട്ടെ, ഒരുപാട് ആൾക്കാരുടെ മെസ്സേജ്, അതേപോലെ അരുണ് പറയുന്ന ഒരുപാട് ആൾക്കാർ അവനെ വിളിക്കുന്നുണ്ടെന്ന്. എൻ്റെ ബാപ്പ വിളിച്ചു പറഞ്ഞു, എൻ്റെ ബാപ്പാനെയും വിളിക്കുന്നുണ്ടെന്ന്. ബാപ്പാടെയൊക്കെ നമ്പർ എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്ക്, കാരണം അരുണിൻ്റെതാണെങ്കിൽ ഓക്കെ ഞാൻ പുറത്ത് കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കാം, പക്ഷെ ബാപ്പാൻ്റെയൊക്കെ നമ്പർ എവിടെ നിന്ന് കിട്ടിയെന്നൊന്നും എനിക്കറിയില്ല. അതുവരെ സംഘടിപ്പിച്ച് അവൾക്ക് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കാൻ കാണിക്കുന്ന ആ ഒരു മനസ്സുണ്ടല്ലോ, അതും ഞാൻ കാണാതെ പോകരുത്. അപ്പം അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ എന്താ പറയുക, ഞാൻ ഒരു ശരിക്കും പറയാ വെച്ചാൽ ഒരു ഉയർത്തെഴുന്നേൽപ്പ് എന്ന് തന്നെ പറയാം കേട്ടോ. അങ്ങനത്തെ ഒരു അവസ്ഥയിലായിപ്പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഡോക്ടർ പറയുന്നത് എന്താ വെച്ചാൽ അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണമെന്ന് പറഞ്ഞതാണ്. വീട്ടിൽ വരിക എന്ന് പറഞ്ഞപ്പോഴും പറഞ്ഞത് ഹോസ്പിറ്റൽ പരിധി വിട്ടിട്ട് എങ്ങും പോകരുത് എന്നാണ്. കാരണം ഇതിൻ്റെ ഒരു മെഡിസിനാണല്ലോ. ഏതൊരു മെഡിസിനും പലരുടെയും ശരീരത്തിൽ പല രീതിയിലാണ് അത് എഫക്റ്റ് ചെയ്യുക. അപ്പം എൻ്റെത് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പം എനിക്ക് ആ കാല് തന്നെ നഷ്ടപ്പെട്ടേക്കാം, പറയാൻ പറ്റില്ല. അവർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് പൾസ് നോക്കുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചത് എന്താ, കാരണം കാലിന് നമ്മളെന്താ പറയുക, ഭയങ്കര ഒരു പൊള്ളിയാലൊക്കെ ഉണ്ടാവുമല്ലോ, ഒരു എൻ്റെ കൈ എനിക്ക് പൊള്ളിയിട്ട് ശീലമുള്ള, അറിയാമല്ലോ സ്ത്രീകളാകുമ്പോൾ കിച്ചണിൽ കയറും, പൊള്ളലൊക്കെ സ്വാഭാവികമാണെന്ന് അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ പൊള്ളലിൻ്റെ വേദന എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതിൻ്റെ ഇരട്ടിയെന്ന് പറയാം. എൻ്റെ പൊന്നോ, ശരിക്കും ഞാൻ വല്ലാത്തൊരവസ്ഥ, എനിക്ക് ബോധമൊന്നും ഇല്ലയെന്ന് തന്നെ പറയാം. പക്ഷെ അവിടുന്ന് എന്നെ ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ നിങ്ങളും കൂടി കാരണക്കാരാണ്. അപ്പം എനിക്ക് മനസ്സിലായി, മിത്രം വിചാരിച്ചിട്ട് കാര്യമില്ല, ഒരു ശത്രു വിചാരിച്ചിട്ട് തന്നെ കാര്യമുള്ളൂ നമുക്ക് ലൈഫിൽ വിജയിക്കാൻ. അത് പല സ്ഥലങ്ങളിലും ഞാൻ ആ ഒരു ശത്രുവിൻ്റെ ആ ശത്രുതയെ ഞാൻ മുതലെടുത്തിട്ടുണ്ട്. എങ്ങനെയാ വെച്ചാൽ അതൊരു വാശിയായിട്ട് കാണുക ചെയ്യൽ. ആ വാശി എന്നതേ
അപ്പം എനിക്ക് ആ ചെത്തില്ലേ ചാവൂലേ എന്ന് ചോദിച്ച ആൾക്കാരെടുത്ത് താങ്ക് യു സോ മച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇടുന്നത്. ഇനി എൻ്റെ വീഡിയോസൊന്നും കണ്ടിട്ടില്ല വെച്ചാൽ ചത്തുപോയി എന്ന് വിചാരിക്കണ്ട. കാരണം ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. അവിടെ മലയോര മേഖലയാണ്, റേഞ്ചിന് കുറച്ച് വിഷയമുണ്ട്. അതുകൊണ്ട് എനിക്ക് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനാവുമെന്ന് എനിക്കറിയില്ല. കാരണം ഡോക്ടേഴ്സ് പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ എല്ലിൻ്റെ ഡോക്ടറെ കാണിച്ചിട്ട് അവിടെ ആ ഒരു മെഡിസിൻ ഇൻജക്ഷൻ ചെയ്തെടുത്ത് ഒരു കല്ലിപ്പ് പോലെ കിടക്കുന്നുണ്ട്. അത് ചിലപ്പം കീറി എന്നുവെച്ചാൽ ചെറിയ സർജറി പോലെയൊന്നും പറയാനില്ല എനിക്ക്. നമുക്ക് കുരുവൊക്കെ ഉണ്ടായാൽ ചിലപ്പോൾ കീറൂല, അതേപോലെ ഒന്ന് കീറി അത് എടുത്ത് കളയേണ്ടി വരും. ആ ഒരു മെഡിസിൻ്റെ എന്തെങ്കിലും എന്താ പറയുക, ഇത് എൻ്റെ കാലിൽ ആ ചുറ്റുഭാഗത്തുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി കളയേണ്ടി വരുമെന്ന് പറഞ്ഞു. കാരണം എനിക്ക് പ്രശ്നം വരുന്നത് ശ്വാസം മുട്ടലാണ്. ഇപ്പം സംസാരിക്കുമ്പോൾ ശ്വാസം മുട്ടുന്നുണ്ട് കേട്ടോ ഒരു ഇത്. അപ്പം ശ്വാസം മുട്ട് വരുന്ന സമയത്ത് അറിയാമല്ലോ. അപ്പോൾ ചത്തിട്ടില്ല എന്ന് പറയാണ്. ഇതെന്താ ഒരു കേക്കാട്ടോ, എപ്പോഴും അരുണും കൊണ്ട് തരുന്നതാണ്. ഇതിൽ പൊളിച്ചിട്ടുള്ളത് കാണിച്ചേ. ഞാനിത് കഴിക്കാനെടുത്ത സമയത്ത് ഞാൻ വിചാരിച്ചൊരു വീഡിയോ ചെയ്യാം. കണ്ടോ, ഒരു ബൊമ്മ കുട്ടിയുടെ ഒരു ഫേസ് അല്ല ഒരു സ്ട്രക്ചർ എന്ന് പറയാം. അപ്പം അങ്ങനെയാണ് ഞാൻ ചാവും എന്ന് കാത്തിരുന്ന ആൾക്കാരോട് സോറി. വിഷമിപ്പിച്ചതിൽ ഒരുപാട് സങ്കടമുണ്ട്. റിക്കവറായി വരും ഞാൻ എൻ്റെ ശത്രുക്കൾക്ക് വേണ്ടിയിട്ട്. അത് നിർബന്ധമുള്ളൊരു കാര്യമാണ്. കാരണം എന്നെ സ്നേഹിക്കുന്നവരെക്കാട്ടിലും കൂടുതൽ വെറുക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരുടെ മുമ്പ് തോറ്റു കൊടുക്കുക എന്ന് പറയുന്നത് കുറച്ച് വിഷമമുള്ള കാര്യമാണ്. അതുകൊണ്ട് തോറ്റ ചരിത്രം കേട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം. ടാറ്റാ. അഹങ്കാരം തന്നെയാന്ന് കൂട്ടിക്കോ. ഓക്കെ, ബൈ.